മലക്കപ്പാറയിൽ ആദിവാസി ഒരു മൂപ്പനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് തള്ളി വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വിജിലൻസിന് നിർദ്ദേശം നൽകി. മൂപ്പൻ വീരന്റെ ആരോഗ്യസ്ഥിതി പോലും വിശദീകരിക്കാതെയുള്ള റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന വിലയിരുത്തലിലാണ് നടപടി. അതിനിടെ കാലടിയിൽ ആദിവാസി മൂപ്പനെ 3 അംഗ സംഘം ആക്രമിച്ചതായും പരാതി ഉയർന്നു. വീരൻകുടി ഊരിലെ മൂപ്പൻ വീരനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വനം വിജിലൻസിന് നൽകിയ നിർദ്ദേശം. എന്നാൽ വനം വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നാണ് വിലയിരുത്തൽ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂപ്പന്റെ ആരോഗ്യസ്ഥിതി പോലും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. പകരം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതേ തുടർന്നാണ് പ്രാഥമിക റിപ്പോർട്ട് മടക്കിയ ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വിജിലൻസിനോട് മന്ത്രി നിർദ്ദേശിച്ചത്. 2018 പ്രളയത്തിൽ മലക്കപ്പാറയിലെ വീരൻകുടി ഊരിലെ ഇരുവശവും ഉരുളെടുത്തിരുന്നു. താമസയോഗ്യമല്ലാതായതോടെ പകരം ഭൂമി ലഭ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടി എങ്ങുമെത്തിയില്ല. ഇതേ തുടർന്ന് മലക്കപ്പാറയ്ക്ക് സമീപം വനഭൂമി കയ്യേറി ആദിവാസികൾ കുടിൽ കെട്ടി സമരം തുടങ്ങി. വനഭൂമിയിൽ സ്ഥാപിച്ച കൊടി അഴിച്ചുമാറ്റണമെന്ന് പറഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ കുടിൽ പൊളിച്ചുമാറ്റുകയും മൂപ്പനെ മർദ്ദിച്ചുവെന്നുമാണ് പരാതി. അതിനിടെ കാലടിയിൽ ആദിവാസി മൂപ്പനെ 3 അംഗ സംഘം ആക്രമിച്ചതായി പരാതി ഉയർന്നു. ഊരുമൂപ്പനായ ഉണ്ണിയെയാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് 3 അംഗ സംഘം ആക്രമിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ.